കോളേജെല്ലാം കഴിഞ്ഞ് 11 വർഷമായി. ഗൾഫിൽ നിന്ന് ലീവിന് വന്ന രണ്ടെണ്ണത്തിന് പെറുക്കിയെടുത്ത് വയനാട്ടിലേക്ക് പിടിച്ച് ഡ്രൈവ് ചെയ്യുന്നത് ആശിഷ്, ഹനിമോനും പിന്നെ അൻസറും ഞാനും ആശിഷും ഉണ്ട്. ഭക്ഷണം മുഖ്യമായതുകൊണ്ട് ചുരം കയറുമ്പോൾ തന്നെ ഒരു കാടമിട്ട് അടിച്ച് സെൽഫി എടുത്ത് കോളേജ് ഗ്രൂപ്പിലിട്ടൊന്ന് ഗ്രൂപ്പ് ഓൺ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പരാജയമായിരുന്നു. വീണ്ടും വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് പോകുന്ന വഴിക്ക് 1980s കയറി ഒന്നുകൂടെ ഫുഡ് കഴിക്കും. ഫുഡിനൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരായിട്ട് ഫോണെടുത്ത് പുറത്തിറങ്ങി നടക്കുന്ന കാഴ്ചയാണ്. നല്ല പൊറാട്ടയും ബീഫ് ഫ്രൈയും ബട്ടർ ചിക്കനും അടിച്ച് ഒരു സെൽഫി എടുത്ത് നമ്മൾ യാത്ര തുടർന്നു. രാത്രി എല്ലാവരും ഡയറ്റാണെന്ന് പറഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ നിർത്തി. എനിക്കാണ് നല്ലോണം ഫ്രൂട്ട്സ് വാങ്ങാൻ അറിയാമെന്നും പറഞ്ഞ് അൻസർ ആഷിദിൻ്റെ കൂടെ ഫ്രൂട്ട്സ് വാങ്ങാൻ ഇറങ്ങി. ഇടയ്ക്ക് വെച്ച് ഡ്രോണിൽ ഫോട്ടോ പിടിക്കണം എന്ന് അനിയോന് കരഞ്ഞപ്പോൾ തേയിലത്തോട്ടത്തിൽ വണ്ടി നിർത്തി അടിച്ചുപൊളിയായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു. ഡ്രോൺ എങ്ങനെ പറത്തണം, എങ്ങനെ എടുക്കണം എന്നെല്ലാം കലക്കും. 3 കാറിനിടെ കൂടെ ബൈക്ക് എക്സ്പ്ലോഷൻ കേൾക്കുന്നതിന് ചാർജാണ്. വിട്ട സാധനം തിരിച്ചിറക്കി നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് വെച്ച് പിടിച്ചു. 2 മണിക്ക് ചെക്കിൻ ആയതുകൊണ്ട് നമ്മൾ ഷാർപ്പ് 6 മണിയായപ്പോൾ പിക്കപ്പ് പോയിന്റിൽ നിന്ന് അവർ അറേഞ്ച് ചെയ്ത ജീപ്പിൽ പ്രോപ്പർട്ടിയിലേക്ക് വണ്ടി കയറി. ചെക്ക് ഇൻ ചെയ്യാൻ നേരത്ത് ഇവരൊക്കെ ഏതാ എന്ന മട്ടിൽ റിസപ്ഷനിൽ നമുക്കൊരു 20 മിനിറ്റ് പോസ്റ്റ് വന്നു. റേഞ്ച് ഒരുപാടുള്ള സ്ഥലമായതുകൊണ്ട് ബുക്ക് ചെയ്ത മണ്ടന മനസ്സിൽ നിന്ന് വെച്ച് നമ്മൾ റൂമിൽ കയറി വാതിലടച്ചപ്പോൾ വാതിലിൽ പൊടിയില്ല. ബെഡിൽ പൊടി, അവിടെ കൂണ് മുളച്ചിട്ടുണ്ട്. നേച്ചറിനോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടി ആയിക്കോട്ടെ എന്ന് ബുക്ക് ചെയ്തപ്പോൾ പറഞ്ഞണാവോ. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായതുകൊണ്ട് കച്ചറുണ്ടാക്കാതെ നമ്മൾ പിടിയുള്ള ഒരു റൂമിൽ 5 ആൾ കിടന്നോളാന്ന് സമ്മതിച്ചു. അപ്പോൾ അതേണ്ടേ അവിടെ ഫാൻ വർക്കാവുന്നില്ല. എൻജിനീയറിംഗ് അല്ലേ കഴിഞ്ഞത്, ഞാൻ നന്നാക്കാമെന്ന് പറഞ്ഞ് ആശിതിൻ്റെ വക ഒരു ശ്രമം ഒരു പരാജയമായിരുന്നു. നമ്മളറിയാതെ പോയ കഥകളറിയാൻ സാബിദിനെയും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വീട് വെച്ച അബുവിനെയും നാട്ടിൽ വന്ന പെണ്ണ് കെട്ടിച്ചേരാമെന്ന് പറഞ്ഞ് ഫെബിൻ്റെയും വീഡിയോ കോളിൽ സംസാരിച്ച് നമ്മൾ ആ രാത്രി കഴിഞ്ഞു കൂടി. ബ്രേക്ക്ഫാസ്റ്റിന് പോയി പുഴുങ്ങിയ മുട്ട കണ്ടപ്പോൾ പ്രോട്ടീനിലേക്ക് ഇന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അതേണ്ടേ പാത്രം താഴെ ഒളിപ്പിച്ച് വെച്ച് ഒരു മുട്ട കയ്യിൽ പിടിച്ച് നിങ്ങൾക്ക് ഇനി മുട്ട ഇല്ല എന്ന് പറഞ്ഞ് ദൈവൻ. മഴ ഉണ്ടായിരുന്നു, കുടയിൽ നടുവിൽ നിർത്തിയില്ല എന്ന് പറഞ്ഞ് പിണങ്ങി അനുസൃത ഒരു പോക്ക്. ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഒന്നുകൂടി ഡ്രോണ് പറത്തി. അതിപ്പോഴും ആശിച്ച് തന്നിട്ടില്ല ആ വീഡിയോ. തിരിച്ച് പിക്കപ്പ് പോയിന്റിലേക്ക് ഇറക്കിയ ജീപ്പ് ഡ്രൈവറെ കഴിവുകൊണ്ട് ആകെ കിളി പാറിയതുകൊണ്ടും ചുരം ഇറങ്ങി കൊടുവള്ളി എത്തിയതുവരെ അറിഞ്ഞിട്ടില്ല. സോ ദാറ്റ്സ് ഇറ്റ്.